ക്ലൈമറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് നിൽക്കുന്ന സിറ്റി കാണാം. നമുക്ക് അപ്പുറത്തോട്ട് സർവീസ് ഉണ്ട്, ബോട്ട് റൈഡ് ഉണ്ട്, വാട്ടർ ടാക്സി. അപ്പോൾ ഇതിൻ്റെ 4 സെക്ഷനും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ബംബു ബീച്ചിലേക്ക് പോകാം, സിറ്റിയിലേക്ക് പോകാം. അതുപോലെ തന്നെ നല്ല തിരക്കാണെന്ന്, വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. വെള്ളത്തിൻ്റെ ഇത് വേവ് കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഒരാൾ ജ്യൂസ് വാങ്ങിക്കാണ്ട് മേടിക്കുകയാണ്, ഫ്രൂട്ട് ഡ്രിങ്ക്സ് വാങ്ങിക്കാനായിട്ട്. വെള്ളത്തിൻ്റെ ഓളം എല്ലാം അടിപൊളിയാണ്. ഇവിടുത്തെ വിഷ്വൽ കണ്ടില്ലേ, എനിക്ക് ബിൽഡിംഗ് ഒക്കെ സൂപ്പർ ഡൂപ്പർ ബിൽഡിംഗാണ്. സമ്മർ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല തിരക്കാണ്, എല്ലാം ഇഷ്ടം പോലെ. പിന്നെ ഫുഡ് കോർട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷ്വലാണ്. കുട്ടികൾ നമുക്ക് വൺ ഡേ ഔട്ടിങ്ങിന് നമുക്ക് ഈ ഒരു പാർക്കിലേക്ക് എത്താൻ പറ്റും. നിറയെ ആൾക്കാരാണ്, വീക്കെൻഡ് ആയതുകൊണ്ട് കുട്ടികൾ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മിക്ക ഈ കാണുന്ന നല്ല ലക്ഷറി അപ്പാർട്ട്മെൻറ്റാണ്, അത് ഹോട്ടൽ ലക്ഷറിയാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവരൊക്കെ ഇതേ ഒരാളെ ഫ്രൂട്ട്സ് കൊണ്ട് വരുന്നുണ്ട്. സമ്മർ ആയതുകൊണ്ട് നല്ല ക്രൗഡഡ് ആണ്. ഈ സെക്ഷനിൽ നല്ല ജ്യൂസിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ വിശേഷങ്ങളൊക്കെ കണ്ട് നമുക്ക് വരാം. ഇല്ല, ജെറ്റ്സി കാണാൻ പോയപ്പോഴത്തേക്ക് അവർ ഇവിടെ നിന്ന് അപ്പുറത്തെ സെക്ഷനിലേക്ക് പോയി, അവർ അങ്ങേ സെക്ഷനിലേക്ക് പോയത്, അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അപ്പം നമ്മളിന്ന് എല്ലാം നല്ല ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ, സൂപ്പർ ഫുഡ് കോർട്ടുകളാണ്. വെറൈറ്റി ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട്, ലൈക്ക് ചിക്കൻ റൈസൊക്കെ കിട്ടും, ജ്യൂസുകൾ, അതുപോലെ സ്പാനിഷ് ഫുഡുകളൊക്കെ ഉണ്ട് എല്ലാം. യെസ്, ഐ സി ഓവർ ദെയർ ഉണ്ട്, $12. ദ ഫസ്റ്റ് വൺ ഇതെന്ന് പറയണേ ഹലാൽ ഫുഡ്. നമ്മൾ അപ്പുറത്തെ സ്ട്രീറ്റിലാണ് കേട്ടോ. ഇത് ഒരു വാഫിൾ ഉണ്ടാക്കി തരും. ഏത് രീതിയിൽ ആപ്പിൾ പൈ, ഏത് രീതിയിലും അവർ കറക്റ്റായിട്ട് ഉണ്ടാക്കി തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം പട്ടിക്കുട്ടികളെ കാണാം, നല്ല വെറൈറ്റി പട്ടിക്കുട്ടികൾ, പല ഷേപ്പിൽ പല മോഡലുള്ള വെറൈറ്റീസ് കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ. അപ്പം നമുക്ക് അപ്പുറത്ത് പോകണം. ഇവിടുന്ന് വണ്ടി വരുന്നതുകൊണ്ട് ചാടി അപ്പുറത്ത് പോവാം. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെയാന്ന് തോന്നുന്നു, ഈ സ്ട്രീറ്റിൽ നമ്മൾ പാർക്ക് ചെയ്തത് കണ്ടല്ലേ. ഇതും ഒരു റെസ്റ്റോറൻ്റാണ്, അതൊരു ഹോട്ടലാണ്. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഇതുപോലെ പുറത്തിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. സമ്മർ തുടങ്ങി ഇതിന് നടുക്കൂടെ നമ്മൾ നടന്നു പോവുക, 2 സൈഡിലും ഫുഡ് അവർ സെർവ് ചെയ്തോളും. ഇതാണ് ഇവിടുത്തെ മറ്റൊരു കൾച്ചർ നമ്മൾ പോണത്. നമ്മുടെ രണ്ട് സൈഡും ആൾക്കാർ, ഇതിൻ്റെ നടുവിലൂടെയാണ് നമുക്ക് നടക്കാനുള്ള പാത്ത്. അതാണ് അമേരിക്കയുടെ മറ്റൊരിത്. ഇപ്പോൾ സിറ്റിയിലൊക്കെ പോയാലും നമുക്കിതുപോലെയുള്ള റോഡിൻ്റെ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിരിക്കുന്നതാണ്. നമുക്ക് റെൻറ്റിനെടുക്കാവുന്ന പിന്നെ ബൈക്കാണ്. ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ എവിടം വരെ ഡ്രൈവ് ചെയ്യുന്നു, ഇതുപോലത്തെ ബൈക്കിൻ്റെ സ്റ്റാൻഡ് കാണുന്നത് നമുക്കത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടം വരെയുള്ള ക്രെഡിറ്റ് കാർഡിൽ അവർ ക്യാഷ് എടുത്തോളും. അപ്പോൾ നമുക്ക് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാം. Maybe, yes. ഹണ്ടർ കോളേജിൻ്റെ ക്യാമ്പസാണ്. താമസിക്കുന്ന ക്യാമ്പസ്. കുട്ടികൾ എവിടെയാണ് താമസിക്കുന്നത്? ഹണ്ടർ കോളേജിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന കുട്ടികൾക്ക്
പഠിക്കാനും ഹിസ് ക്യാമ്പസ് ഒന്നൊക്കെ എഴുതിയിരിക്കണല്ലേ, 100 പോയിൻറ്റ് ക്യാമ്പസ്.